ഒരു ക്രൂര കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ്. ഗോവയിൽ അതിഥിതൊഴിലാളിയുടെ 5 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി. സൗത്ത് ഗോവയിലെ വാസ്കോയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ വെച്ചാണ് സംഭവം. കുട്ടിയെ പീഡിപ്പിച്ച ശേഷം കഴുത്ത് നെരിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. കെട്ടിടത്തിന് പരിസരത്തുണ്ടായിരുന്ന 20 തൊഴിലാളികൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ വിശദാംശങ്ങളുമായി ചേർന്നു. ശ്രീനാഥ്, ഈ ദാരുണ സംഭവം എന്നായിരുന്നു? 20 പേർ കസ്റ്റഡിയിലാണെന്ന് മനസ്സിലാക്കുന്നു. യഥാർത്ഥ പ്രതികളിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് അന്വേഷണത്തിന്റെ പുരോഗതിയുടെ വിവരങ്ങൾ? സുഹേൽ, വാസ്കോയിൽ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. കുട്ടിയെ അച്ഛനമ്മമാർ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോൾ ഈ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന്റെ സമീപത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നാലെ ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിച്ചു. അവിടെ സംശയം തോന്നിയ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് മരണകാരണം കഴുത്ത് ഞെരിച്ചതാണ്, ഒരു കൊലപാതകമാണ് എന്ന് വ്യക്തമായി. മാത്രമല്ല, കുട്ടി ക്രൂര ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്നതും ഈ ഡോക്ടർമാർക്ക് മനസ്സിലായി. പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് ഇപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെയുള്ള ഈ വാസ്കോയിലെ ഈ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിന് സമീപത്ത് തന്നെ കഴിയുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുകയായിരുന്ന 20ഓളം പേരെയാണ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. ഇതിൽ പ്രതിയുണ്ടോ, ഇതിൽ ആരെങ്കിലുമാണോ കുറ്റകൃത്യം ചെയ്തത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ് എന്നതാണ് പോലീസ് പറയുന്നത്. എത്രയും വേഗത്തിൽ തന്നെ പ്രതിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസവും പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട്. ശരി, ശ്രീനാഥാണ് വാർത്ത വിശദാംശങ്ങൾ നൽകിയത്. അതിക്രൂരമായ പീഡനം, ആ പീഡനത്തിൽ നീറുന്ന വേദനയുമായി 5 വയസ്സുകാരെ കഴുത്തു നെരിച്ച് കൊലപ്പെടുത്തൽ, അങ്ങനെ അതിദാരുണമായ സംഭവമാണ് ഗോവയിൽ സംഭവിച്ചിരിക്കുന്നത്. 20 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഇവർ യഥാർത്ഥ പ്രതികൾ അതിലുണ്ടോ എന്നതടക്കമുള്ള വിശദമായ അന്വേഷണം പോലീസ് നടത്തിവരികയാണ്.